അവധിക്കാലം പഠിക്കാനുള്ളതോ കളിക്കാനുള്ളതോ എന്ന് ചോദിച്ചാൽ കൊച്ചുകൂട്ടുകാർ ഒറ്റവാക്കിൽ ഉത്തരം പറയും കളിക്കാനുള്ളത്. അവർ കളിയിലൂടെ പഠിക്കുകയാണ്, ആത്മവിശ്വാസം ആർജിക്കുകയാണ്, പഠനത്തെ ആഘോഷമാക്കി കളിയിലൂടെ പുതിയ ഉത്സവലോകം സൃഷ്ടിക്കുകയാണ്. കേരള റോളർ സ്കേറ്റിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച അവധിക്കാല റോളർ സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പിലാണ് കുട്ടികൾ ചക്രങ്ങളിൽ തെന്നി നീങ്ങി പുതിയ കായിക പാഠം പഠിക്കുന്നത്. പിച്ചവെച്ചും ചുവടുറപ്പിച്ചും തെന്നി നീങ്ങിയും ഇവർ റോളർ സ്കേറ്റിംഗിന്റെ ഹരിശ്രീ മുതലുള്ള എല്ലാ പാഠങ്ങളും പഠിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ റോളർ സ്കേറ്റിംഗിലെ ഏറ്റവും മിടുക്കരും പ്രഗത്ഭരുമായ പ്രതിഭകൾ ഈ പരിശീലന കേന്ദ്രത്തിന്റെ സ്വന്തമാണ്. സംസ്ഥാനത്തെ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 3 വെള്ളിയും നേടിയ ഗായത്രി സുഗുവും 5 സ്വർണം നേടിയ മിലിന്ദ് വിനായകും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ റോളർ സ്കേറ്റിംഗ് താരമായ 3 വയസ്സുകാരി ഐശ്വര്യ അനിലും ഈ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ്. കടമ്പനട്ട തുണ്ടിൽ അനിൽ ധന്യ ദമ്പതികളുടെ മകളായ ഐശ്വര്യയ്ക്ക് സംസ്ഥാനത്ത് ആർട്ടിസ്റ്റിക് വിഭാഗത്തിൽ 3ാം സ്ഥാനം ലഭിച്ചിരുന്നു. പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഐശ്വര്യ താരപരിവേഷത്തോടെ സ്ഥാനം നേടുകയും ചെയ്തു. ഈ രംഗത്ത് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഈ പരിശീലന കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മിനുസമുള്ള പ്രതലത്തിലൂടെ വെള്ളത്തിലെ താറാവിൻ കൂട്ടങ്ങളെ പോലെ തെന്നി നീങ്ങുന്ന കുട്ടിക്കൂട്ടങ്ങൾ പ്രേക്ഷകരിൽ കാഴ്ചയുടെ ഉത്സവം പകരുകയാണ്. സ്പീഡ്, ആർട്ടിസ്റ്റിക്, റോളർ ഹോക്കി എന്നീ ഇനങ്ങളിലായി 15 ദിവസത്തെ പരിശീലനമാണ് ഇവിടെ ലഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ താൽപര്യാർത്ഥം കൂടുതൽ ദിവസങ്ങളിലും സമയങ്ങളിലും പരിശീലനം ലഭിക്കുന്നതാണ്. മറ്റേത് കായിക മേഖലയേക്കാളും ആനന്ദകരമായ ഒരു കായിക ലോകമാണ് റോളർ സ്കേറ്റിംഗ് എന്ന് ഈ പരിശീലന കേന്ദ്രത്തിന്റെ സംഘാടകർ പറയുന്നു. പരീക്ഷകൾക്കും അവ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കും അവധി നൽകി ചക്രം പിടിപ്പിച്ച ഷൂസിൽ ഉല്ലാസത്തോടെ തെന്നി നീങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. പ്രോജക്റ്റ് വർക്കിന്റെയും ഗ്രേഡിംഗിന്റെയും പഠനഭാരത്തിൽ നിന്നും മനക്കരുത്തിന്റെയും മെയ്ക്കരുത്തിന്റെയും പരിശീലന കളരിയിലേക്ക് മധ്യവേനലിന്റെ വാതിൽ ഇവർക്കായി തുറക്കുകയാണ്. പല പ്രദേശങ്ങളിൽ നിന്നും പല വിദ്യാലയങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തുന്ന കുട്ടികൾ പരസ്പരം ഐക്യപ്പെട്ട് കൂട്ടുകാരായി തീരുന്നതും ഇത്തരം കേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.